ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടാം മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് നേരിടുന്നത്. ഇന്ന് 2 IPL മത്സരങ്ങളാണ് നടക്കാനായിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരമായ രാജസ്ഥാൻ ഹൈദരാബാദ് മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. നേരത്തെ തന്നെ മലയാളി താരം സഞ്ജു സാംസൺ ആദ്യം 3 മത്സരങ്ങളിൽ ടീമിന്റെ ക്യാപ്റ്റനാവില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് സഞ്ജുവിന്റെ റോളുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ടീമിലേക്ക് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കും ബാറ്റിംഗിൽ സഞ്ജു എത്തുക എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. റിയാൻ പരാഗ് ടീമിനെ നയിക്കുമ്പോൾ ധ്രുവ് ജുറൽ ആയിരിക്കും ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത്. സഞ്ജു, പരാഗ്, ജുറൽ ഉൾപ്പെടെ 6 താരങ്ങളെയായിരുന്നു രാജസ്ഥാൻ മെഗാ ഓപ്ഷന് മുന്നോടിയായി നിലനിർത്തിയത്. യശസ്വി ജയ്സ്വാൾ, സന്ദീപ് ശർമ്മ, ഷിംറോൺ ഹിറ്റ്മെയർ എന്നിവരെയും രാജസ്ഥാൻ ഇത്തവണ ടീമിൽ നിലനിർത്തിയിരുന്നു. ഇനി രാജസ്ഥാന്റെ ആദ്യ മത്സരത്തിനുള്ള പ്ലേയിങ് 11ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും തന്നെയായിരിക്കും തുടരുക. കഴിഞ്ഞ സീസണിൽ 3ാം സ്ഥാനത്തായിരുന്നു സഞ്ജു കളിച്ചിരുന്നത് എങ്കിൽ അടുത്ത കാലത്ത് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിനായി ഇറങ്ങി മികച്ച നേട്ടത്തോടുകൂടി ഓപ്പണിംഗ് റോളിൽ തന്നെ തുടരാനാണ് സഞ്ജുവിന്റെ തീരുമാനം. ടീമിന്റെ ഓപ്പണർ ബാറ്റ്സ്മാൻ ആയിരുന്ന ജോസ് ബട്ട്ലറെ ടീം കൈവിടുകയും ചെയ്തതോടുകൂടി സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് എത്തുകയായിരുന്നു. 3ാമതായി ടീം കരുതി വയ്ക്കുന്നത് നിതീഷ് റാണയെയാണ്. ഇത്തവണ ഓപ്ഷനിലൂടെയാണ് റാണ ടീമിലേക്ക് എത്തിയത്. 4ാമനായി ക്യാപ്റ്റൻ റിയാൻ പരാഗ് എത്തുമ്പോൾ 5ാം സ്ഥാനത്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറലായിരിക്കും ബാറ്റിംഗിനായി എത്തുക. ടീമിലേക്ക് എത്തിയ വാനന്ദു ഹസരംഗയായിരിക്കും സ്പിൻ ബൗളിംഗിന് നേതൃത്വം നൽകുക. ജോഫ്ര ആർച്ചർ, സന്ദീപ് ശർമ്മ എന്നിവർ പേസ് ബൗളിംഗിലേക്ക് എത്തുമ്പോൾ 11ാമനായി മഹേഷ് ദീക്ഷിണയായിരിക്കും കളിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, ഷിംറോൺ ഹിറ്റ്മെയർ, ദുബെ, വാനന്ദു ഹസരംഗ, ജോഫ്ര ആർച്ചർ, മഹേഷ് ദീക്ഷിണ, സന്ദീപ് ശർമ്മ എന്നിവരായിരിക്കും പ്ലേയിങ് 11 ഉണ്ടാവുക. മറുഭാഗത്ത് സീസണിലെ ഏറ്റവും മികച്ച സ്ക്വാഡുമായാണ് ഹൈദരാബാദ് എത്തുന്നത്. വിദേശ താരങ്ങളുടെ ആധിപത്യം തന്നെയാണ് ഹൈദരാബാദ് ടീമിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതായുള്ളത്. ഓസ്ട്രേലിയൻ നായകനായ പാറ്റ് കമിൻസ് ആണ് ഇത്തവണ ടീമിനെ നയിക്കുന്നത്. ട്രാവിസ് ഹെഡ്, ഇഷൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിച്ച് ക്ലാസൻ എന്നിങ്ങനെ ഏറ്റവും മികച്ച ഒരുപിടി താരങ്ങൾ തന്നെയാണ് ഹൈദരാബാദ് ടീമിനൊപ്പം ഉള്ളത്. ഇന്ന് രാജസ്ഥാനെതിരായ മത്സരത്തിലുള്ള ഹൈദരാബാദിന്റെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് എന്നിവർ ഓപ്പണിംഗിനായി എത്തുമ്പോൾ ശേഷം ഇഷൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിച്ച് ക്ലാസൻ, അഭിനവ് മനോഹർ, സച്ചിൻ ബേബി അല്ലെങ്കിൽ അനികേത് വർമ്മ, പാറ്റ് കമിൻസ്, ഹർഷൽ പട്ടേൽ, ആഡം സാംബ, മുഹമ്മദ് ഷമി എന്നിവരായിരിക്കും പ്ലേയിങ് 11 ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.